ministers are sitting in jail. Your chief minister is free. And I am your soldier in Delhi. Anything you need in Delhi, you have to give me an order and I will try and fulfill. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചതിന്റെ മുമ്പിൽ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയാണ് നേതൃത്വം നൽകിയതെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ, പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിൽ ഒരു പടി പോലും പിന്നിലേക്ക് പോകാതെ പറഞ്ഞ വാക്ക് പാലിക്കുകയും വാക്കിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന അത്യുന്നതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായി, ഇന്ത്യയെ മുഴുവൻ ഉള്ളുകൊണ്ടറിഞ്ഞ രാഷ്ട്രീയ നേതാവായി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി മാറിയിരിക്കുക. ഇന്ത്യയിൽ നിങ്ങൾ തെളിയിക്കണം, ഏതെങ്കിലും ഒരു സീറ്റിൽ 543 സീറ്റിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ബിജെപിയുമായി നേരിട്ട് ഏറ്റുപെടുന്ന ഒരു CPM സ്ഥാനാർത്ഥിയുടെ പേര് പറയാമോ എന്ന് വെല്ലുവിളിച്ചു ചോദിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇന്ത്യയെ വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ CPIയും ഇവിടെ കേരളത്തിൽ മത്സരിക്കുന്നത് സ്വന്തം ചിഹ്നം നിലനിർത്താനാണ്. പാലക്കാട്ടുകാരനായ AK ബാലൻ പറഞ്ഞത് വിസ്മരിക്കാൻ കഴിയില്ല. ഈനാം വെച്ചോ മരപ്പട്ടിയോ വരാതിരിക്കാൻ ചിഹ്നം നിലനിർത്താൻ മത്സരിക്കുന്ന CPM ആണോ ഇന്ത്യ വീണ്ടെടുക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യം, ഇന്ത്യയിലെ മതേതരത്വം, ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് മാത്രമല്ല അടുത്ത തലമുറകൾക്ക് സുരക്ഷിതമായി കഴിയാൻ ഈ രാജ്യത്ത് കഴിയണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ആ പോരാട്ട വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ മുന്നണി വേണോ? പാലക്കാട്ട് ജനങ്ങൾ തീരുമാനിക്കും. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണം, ഇന്ത്യയിലെ BJPയുടെ ഗവൺമെന്റ് ദുർഭരണം, പാവപ്പെട്ട ആളുകൾക്ക് വിലക്കയറ്റം കൊണ്ട്, തൊഴിലില്ലായ്മ കൊണ്ട്, ഏറ്റവും കടുത്ത വർഗീയവാദികളായിട്ടുള്ള വിഭാഗീയതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഈ രണ്ടു പേരും ഒരു നാണയത്തിന്റെ മറുപുറകളാണ്. ഇവിടെ പാവപ്പെട്ടവന് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാനില്ല, യാതൊരു ആനുകൂല്യം കൊടുക്കാനില്ല, ചികിത്സാ സഹായം കൊടുക്കാനില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഴിമതിക്കും ദൂർത്തിനും ഒരു കൈ കണക്കുമില്ല. ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ രണ്ട് സർക്കാരുകൾക്കെതിരെ അതിശക്തമായ പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പ് രൂപപ്പെടണം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ ഒന്നായി, ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം അത്യുജ്വലമാക്കിയ, ഒരു രാഷ്ട്രീയ മുന്നണി നടത്താത്ത പാലക്കാട് പുതിയൊരു ചരിത്രം സൃഷ്ടിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എനിക്ക് കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.